കർത്താവിനെ ആരെന്ന് അറിഞ്ഞാൽ If you know who Jesus ഇതേപോലെ is, പറയണം, you will say like Elisha, എന്നെ തല്ലിയാലും if you hit me, ഞാൻ നിന്റെ കൂടെ വരും. I will go with you. കാരണം നിന്റെ കാലഘട്ടം കഴിയുമ്പോൾ Because after your എന്റെ time, മേൽ ഒരു അപ്പോയിന്റ്മെന്റ് there കിടപ്പുണ്ട്. is an appointment on my life. 50 പ്രവാചക ശിഷ്യന്മാര് നോക്കി നിൽക്കുമ്പോഴാണ് When 50 prophets, sons of prophets are watching, ഈ ഏലിയാവും എലീശയുമായിട്ട് എങ്ങോട്ട് പോകുന്നത്? they see Elijah and Elisha going. പൊങ്ങി നിൽക്കുന്ന വെള്ളത്തിന് മുമ്പോട്ട് പോകുന്നു. They are going through this water that is standing like a brick. ഈ പ്രവാചക ശിഷ്യന്മാര് പറഞ്ഞു കാണും, These sons of prophets might have ഇതൊന്നും said, നടക്കാൻ പോകുന്ന കാര്യമൊന്നും it's not going to happen. നടക്കുമെന്ന് ഞാൻ പറയും. But I'm saying it will happen. ദൈവം എന്റെ ലൈഫ് നടത്തിയിട്ടുണ്ട്. God has done it for me. സ്തോത്രം. Amen. Amen. ഈ 50 പേർ നിൽക്കുമ്പോഴാണ് ഏലിയാവും എലീശയും കൂടെ വെള്ളത്തിന് അരികിലേക്ക് ചെന്നിട്ട് When these 50 prophets are watching, you see Elijah and Elisha standing on the shore of Jordan. ഏലിയാവിന്റെ റോപ്പിംഗ് എടുത്തിട്ട് Elijah takes his clock, ഒറ്റയാടി. he hits the water. വേണം ചോദിക്കുന്ന, We would have asked, അടിക്കേണ്ട ആവശ്യമുണ്ടോ? is there a need to strike the water? ദൈവത്തിന് അറിയത്തില്ലേ? Doesn't God know? നമ്മുടെ ഇങ്ങനെ ഒത്തിരി പരീക്ഷന്മാർ കിടപ്പുണ്ട്. There are many Pharisees among us. ദൈവത്തിന് അറിയത്തില്ലേ? We question, doesn't God know? പറഞ്ഞ വെള്ളം മാറത്തില്ലേ? If you speak, won't the water ഞാൻ അങ്ങ് separate? ചെല്ലുമ്പോ വെള്ളം മാറിക്കൂടെ? When I go, why can't the water അയ്യോ, ദൈവം separate? പോലും ചെളി തേച്ചിട്ട് മുഖത്ത് കണ്ണേ തൂത്ത് പോയി കഴുകാൻ. God also took mud and spat into it and put on his eyes and said, go wash. ദൈവത്തിന്റെ നിയോഗമുള്ളതുപോലെ മിനിസ്ട്രി കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ God has done things according to his പലരെയും appointments. വിശ്വസിക്കത്തക്ക വിധത്തിൽ ചില പ്രാക്ടിക്കലായ മിനിസ്ട്രികളും ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ Amen. പ്രവാചകന്മാരും അത് ചെയ്തിട്ടുണ്ട്. Yes, many prophets have also done things through faith. റുമാൽ ചുരുട്ടി ഒരൊറ്റയടി He takes this clock, rolls it and hits the water. വെള്ളനായി പിളർന്നു. The water separates. അവർ അക്കരയ്ക്ക് കടന്നു. And they crossed over. അതേ യോർദാനാണ്. That same Jordan, എന്ത് സംഭവിച്ചത്? what happens next? അതേ തുണി തന്നെയാണ്. That same clock, അപ്പൊ ഇങ്ങോട്ട് വന്ന് എന്നാ ചെയ്തേ? what happened when Elijah crossed this way? അടിച്ചു. He hit the water. തിരിച്ചൊന്നും തന്നെ ചെയ്തേ? On the way back, what did he do? ഏലിയാവിന് എന്താണ്? ഏലിയേശിക്ക് വലിയ മാന്യതയൊന്നും ഇല്ലായിരുന്നു. Until that time, people were not recognizing Elisha. ഉണ്ടായിരുന്നോ? No, he was not recognized. പക്ഷെ വെള്ളം കടന്നു വന്നപ്പോൾ But when he crossed this river Jordan and came പറഞ്ഞേ, across, നിങ്ങളുടെ ലൈഫിൽ ചില യോർദാൻ ഉള്ളതിനായി Amen. സ്തോത്രം Say ചെയ്യുക. thank God for some Jordans that you are facing in your life. നിങ്ങൾക്കൊരു യോർദാൻ ഉണ്ടെങ്കിൽ If you have a Jordan, യോർദാനെ കടന്നു കഴിയുമ്പോൾ when you cross over, ഇതുവരെ മാനിക്കാത്തവർ നിങ്ങളെ മാനിക്കാൻ people തുടങ്ങും. who would not honor you so far will start ഇതുവരെ നിങ്ങളെ honoring you. റെസ്പെക്ട് ചെയ്യാത്തവർ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. People who never respected you will start respecting you. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയാൻ തുടങ്ങും. They will start saying God is with you. വെറുതെ പള്ളിയിൽ ആരാധനയ്ക്ക് പോയതാന്ന് ആരും പറയത്തില്ല. Nobody will say they went unnecessarily for worship. വെറുതെ കൈയടിച്ചു എന്ന് They പറയത്തില്ല. will not say you clap for no reason. നിങ്ങളുടെ കൂടെയും ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് പറയുന്ന നാളിനായി Amen. കൊതിക്കുന്നു. They will start saying that there is a living God with you. വിശ്വസിക്കുന്നവർ കായ് തുറന്ന് പറ. If you believe, open your mouth and say, എലീശയുടെ ജീവിതത്തിൽ ഒരു യോർദാൻ ഉള്ളതിന്റെ കാരണം oh, there is a reason why there's a Jordan in the life of Elisha. ഏലിയാവ് യോർദാനെ അടിച്ച് വെള്ളം മാറി, സത്യമാണ്. Elisha struck the water and it separated. That is true. ഏലിയാവിനെ അറിയാം എലീശയ്ക്ക് മടങ്ങി വരണമെന്നറിയാം. Elijah very well knew that Elisha needs to come back. എന്നറിയോ, ഏലിയാവ് പറഞ്ഞില്ല വെള്ളം നിൽക്കണം, എന്റെ സഹപുരുഷൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ പുറകോട്ട് വരേണ്ടതാ, വെള്ളം പോകരുത്, വെള്ളം ഗ്യാപ്പായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. Elijah did not tell the water, you need to stand, my brother needs to cross over. ജീസസ് ഹല്ലേലൂയ. Amen. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് Very സഹോദരന്മാരെ, often we think like this. അവർ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത കൊള്ളാമായിരുന്നു. I wish they would have supported me. അവൻ എനിക്ക് വേണ്ടി മുമ്പിൽ നിന്ന I കൊള്ളാമായിരുന്നു. wish they would have stood in front of me. എനിക്ക് വേണ്ടി പാത നിരത്തിയ I wish they കൊള്ളാമായിരുന്നു. would have made a path enough for me. പ്രതീക്ഷിക്കുന്നവരാരും നിനക്ക് വേണ്ടി ഹല്ലേലൂയ പാതകളെ തുറക്കണമെന്നില്ല. People who you depend on may never open a path for നിന്റെ you. മേൽ അഭിഷേകം ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രൊജക്ഷൻ ആകാൻ പോകുന്ന 24 ആണെന്ന് എത്ര പേർ മനസ്സിലാകുന്നുണ്ട്? How many of you realize 24 your anointing is going to be projected in front of people? Oh, divine direction in ലൈഫിൽ ഉണ്ടാവട്ടെ. Let there be a divine direction in your life. ആത്മാവിനെ അനുസരിച്ച് നടപ്പേ. Walk according to the Holy Spirit. ഹല്ലേലൂയ. Amen. നോക്കിക്കേ, ഏലിയാവ്
പുതപ്പടിച്ച് വെള്ളത്തെ മാറ്റി. Elijah struck the water and the water separated. പക്ഷേ ഏലിയാവ് ഒരിക്കലും പറഞ്ഞില്ല, But he never said, കർത്താവേ എന്റെ കൂടെയുള്ള പ്രവാചകൻ അല്ലെ എന്റെ കൂടെയുള്ള സഹശുശ്രൂഷകൻ, God, my co-worker, the minister who's with me, അവൻ മടങ്ങി വരണം. he needs to return on this ഞങ്ങൾ ഇങ്ങോട്ട് water. പോകുമ്പോൾ We are going together ഞങ്ങളെ there. നോക്കുന്ന 100 കണ്ണുകൾ, There are 100 eyes watching us. ആ കണ്ണിന് മുമ്പിൽ In front of these 100 എന്റെ eyes. കൂട്ടുവേലക്കാരൻ തല കുനിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചില്ല. Elijah didn't pray, my co-worker should not be embarrassed. എന്നെ നടത്തുന്നുണ്ടെങ്കിൽ Elijah knew if God led me എന്റെ through കൂടെയുള്ളവനെ this, നടത്താൻ നീ he is വിശ്വസ്തനാണ്. faithful to lead my co-worker too. Praise God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ജീവനാണ് ഞാൻ നിന്നെ വിട്ടുമാറത്തില്ല. And he said, with my life I will not separate. അങ്ങനെ. How did they fall face down? അവനൊരു അഭിഷക്തനാണെന്ന് They realized that he was anointed. മറ്റുള്ളവർ മനസ്സിലാക്കിയപ്പോൾ, When they understood that he was anointed. പറഞ്ഞേ, അഭിഷക്തനാണെന്ന് And that he's an anointed man. മറ്റുള്ളവർ മനസ്സിലാക്കിയപ്പോൾ, When they understood it, നിന്റെ അകത്തൊരു അഭിഷേകമുണ്ടെന്ന് there people realize there's an anointing in you. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ Like I said last week, നീ ജോലി ചെയ്യുന്നിടത്ത് in അറിയണം നീ your, അഭിഷക്തനാണെന്ന്. in your workplace, people should know that you're an anointed. നീ നടന്നു പോകുന്ന വഴിയിൽ സമൂഹം അറിയണം നീ ഒരു അഭിഷക്തനാണെന്ന്. In the paths that you walk, people should know you're anointed. നമുക്കറിയാം, ഒരു അഭിഷക്തൻ പോകുന്ന കണ്ടിട്ട് ഒരു വീട്ടിൽ വീടുണ്ടാക്കി കൊടുത്തു. We know that when a woman saw an anointed man of God passing by, she made a room for him. പലതവണ വീടിന് മുമ്പിൽ കൂടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. Many times this anointed passed in front of this woman's house. ആ വീട്ടിലെ ആന്റിക്ക് തോന്നി ഇദ്ദേഹം ഒരു അഭിഷക്തനാണ്. This woman in this house thought this man is an anointed man. നീ ഒരു അഭിഷക്തനാണെന്ന് നിന്നിലൂടെ തെളിയിക്കപ്പെടും. If you are an anointed, it will be proven through you. വീട്ടിന് ഒരു അനുഗ്രഹം കൊടുത്തിട്ട് പോയെന്ന് And അറിയാം. when he left, he blessed that house and went. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നോക്കി നിൽക്കുകയാണ്. And they are watching. നോക്കി നിൽക്കുന്നു. They're watching. 50 ബലശാലികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. And saying we've got 50 able men with us. എന്ന സന്ദർഭം ഞാൻ ആദ്യം പറയാം. And this is the situation. ഏലിയാവ് കർത്താവ് എടുക്കപ്പെടുന്നു. Elijah got taken up by the Lord. എലീശ മടങ്ങി വന്നപ്പോൾ When Elisha came back, ഏലിയാവ് എവിടെ പോയെന്ന് അറിയണം. these prophets want to know, where did Elijah go? എലീശയോട് പറയുകയാണ്, They are saying to ഞങ്ങളുടെ Elisha, കൂട്ടത്തിൽ ബലശാലികളുണ്ട്. we have able men with us. അതിനർത്ഥം എന്റെ ബലം കൊണ്ട്, ഞങ്ങളുടെ ബലം കൊണ്ട് ഞങ്ങൾ അവനെ He കണ്ടുപിടിക്കും. says, with our ability, we're going to find Elijah. ഇങ്ങനെയാ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. And this is how we behave. ബലം കൊണ്ട് മാക്സിമം നോക്കും. We try with all our ability. നടക്കാതെ വരുമ്പോൾ കർത്താവിന്റെ അടുക്കൽ വരും. When nothing works, you come to എന്ന് പറഞ്ഞാൽ God. നിന്റെ ബലം കുറയുന്നതിന് മുമ്പേ ഞാൻ ദൂത് കൈമാറുന്നു. And before your strength is കർത്താവേ, weakened, എനിക്ക് ബലമില്ല, കർത്താവിന്റെ കയ്യിലെ സകല ബലവും എന്ന് പറഞ്ഞ് ഇന്ന് പകലൊരു അടിയറ വെക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗം നിന്നെ മാനിക്കുന്ന മാസമായി മാറും. if you are willing to surrender, saying, Lord, I am weak and I have no strength, the Lord is saying heaven is going to honor you. എലീശയോട് പറഞ്ഞു, And these men are saying to ബലശാലികളുണ്ട്. Elisha, we have able men with us. നിന്റെ യജമാൻ അന്വേഷിപ്പാൻ അവർ മിടുക്കരാണ്. They are able enough to find your master. മിടുക്കരാണ്. They are able. പക്ഷേ ദൈവദാസൻ ഒരു കാര്യം ആദ്യം പറയുന്നു. But this man of God is replying like this. ആദ്യം പറഞ്ഞു വേണ്ട. Elisha says, no, don't go. കർത്താവിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. And because he knew, the Spirit of the Lord took Elijah. രണ്ടാമത് വീണ്ടും അവർ പ്രഷർ ചെയ്യുക. Again you see these prophets are persisting. അടുത്ത വായിച്ചേ. அவர்கள் சலித்து போகுமட்டும் அவன் சலித்து போகுமட்டும் அவர்கள் அவனை அலட்டிக் கொண்டிருந்தபடியால் அனுப்புங்கள் என்றான். വീണ്ടും എന്ത് ചെയ്തു? Again, what are they doing? നിർബന്ധം പിടിച്ചപ്പോൾ They are being stubborn. പൊക്കോളാം. Elisha said, okay, go. എന്ത് സംഭവിച്ചു? And then what happened? അവർ മടങ്ങി എങ്ങനെ വന്നേ? How did these men come back? அப்படியே 50 பேரை அனுப்பினார்கள். அவர்கள் 3 நாள் அவனை എത്ര தேடியும் ദിവസം വെറുതെ പോയി? How many days are they searching for Elijah? 72 hours വെറുതെ പോയി. 72 hours were wasted. കൈയെടുത്ത് ചോദിച്ചേ, നിന്റെ അവേഴ്സ് ഒത്തിരി ചുമ്മാ പോകുന്നുണ്ടെങ്കിൽ Shake the person next to you and are you wasting your hours? അനു കൈയെടുത്ത് ചോദിച്ചോളൂ, ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങൾ കൈ നോക്കും. Shake the person next to you and say, are you wasting your hours? അവർ 72 hours വെറുതെ പോയി. 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 72 ho
ദൈവശബ്ദത്തിന് നീ അനുസരിക്കാതെ നടന്നാൽ If you are disobedient to the voice of God, നിന്റെ അധ്വാനം വൃഥാവായി മാറും. your hard work will be a waste. ദൈവ ശുശ്രൂഷകന്റെയും ദൈവശബ്ദത്തിനും കേൾക്കാതെ നിങ്ങൾ യാത്ര ചെയ്താൽ If you are disobedient to the voice of the man of God and God's voice, what will happen? നിങ്ങളുടെ hours ഒക്കെ വൃഥാവായി മാറും. Your hours will be wasted. 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്ന് എങ്ങനെ ദേവദാസനെ? How did they come back after 3 days? നിരാശയോടെ മടങ്ങി They വന്നു. came back disappointed. എന്നൊക്കെ പരിശുദ്ധൻ ഞാൻ അതിനകത്ത് ദൂത് In the കൈമാറുന്നു. Holy Spirit, I'm telling you this നിന്റെ message. നിരാശയ്ക്ക് കാരണം The കർത്താവല്ല. reason why you feel disappointed, God is not നിന്റെ responsible. നിരാശയ്ക്ക് കാരണം ദൈവശബ്ദത്തെ നീ അനുസരിക്കാത്തത് The കൊണ്ടാ. reason why you feel disappointed is because you are disobedient to the voice of God. നിന്റെ നിരാശയ്ക്ക് കാരണം ദൈവശബ്ദത്തെ അനുസരിക്കാത്തത് The കൊണ്ടാ. reason why you feel disappointed is because you are disobedient to God. അതാണ് ഇവിടെ സംഭവിച്ചത്. That's what happened here. 3 നാള് 3 days, അവർ വെറുതെ മടങ്ങി വന്നു. they came back empty handed.